നടി മഞ്ജു പിള്ളയുടെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദയാ സുജിത്ത്. ആ പെൺകുട്ടി ഒരു മോഡലാണ്. ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ല, പൈസയൊക്കെ എങ്ങനെ ലാഭിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയാണ്. കാശ് ഒരു കൂട്ടം കിട്ടിക്കഴിഞ്ഞാൽ തുണി കുറഞ്ഞ് അവിടെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയോ മറ്റോ ഇത്തിരി പറ്റിച്ച് വെച്ചുകൊണ്ട് നടക്കും. ഇട്ടും കൊണ്ട് ഇറങ്ങണ ഇവർക്ക് യാതൊരു നാണമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ നെഞ്ച് പകുതിയാ മുക്കാല മുഴുവനൊക്കെ ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത്. ആർക്കിപ്പോ ഇത്ര ബുദ്ധിമുട്ട്? അല്ല, എനിക്കിത് തുറന്നു വെച്ചും കൊണ്ട് ഇത്തിരി സമയമൊക്കെ ഇരുന്ന് എൻ്റെ ഒരു അസുഖം എത്തി തീർക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇരുന്നോ. ഒരു മോഡലാണ് ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ, മോഡലിംഗ് ആണ്. ഒരു മോഡലാണ് ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ, മോഡലിംഗ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ റീൽസ് താരമല്ല, ഇതൊരു റിവ്യൂ താരം. അതേ, റിവ്യൂ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ ചെയ്യുന്ന ഒരു താരം. അതായത് ഈ കുട്ടിയുടെ പേര് ശീതൾ എന്നാണ്. ഒരു യുവ സുന്ദരിയെ നിരവധി ആളുകളാണ് നെഞ്ചിലേറ്റിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ജനപിന്തുണയോടുകൂടി ഈ ഒരു റിയാക്ഷൻ ബ്ലോഗർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താരത്തിന് ചെറിയൊരു പൂതി ഉണ്ടാകുകയാണ്. തനിക്കും ഒന്ന് ഏറിൽ കയറണം. അതായത് താനേറെ സ്നേഹിക്കുന്ന KKG ഫാമിലിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്ലോഗർ തന്നെ. അത്തരത്തിൽ താൻ ഏറെ സ്നേഹിക്കുന്ന KKG ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ സദാസമയം ഏറിൽ ഇങ്ങനെ പരിലസിച്ച് നടക്കുമ്പോൾ തനിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ഏറിൽ കയറണം. അങ്ങനെ ഓൾ തീരുമാനങ്ങൾ എടുക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അതേ, കഴിഞ്ഞ ദിവസം ഏറെ വിവാദമായ ഒരു വീഡിയോ. അതേ, നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം മഞ്ജു പിള്ള ചേച്ചിയുടെ മകളായ ദയാ സുജിത്തിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഷബീന ബീബി എന്ന് വിളിക്കുന്ന, തെറുത്താത്ത എന്ന് വിളിക്കുന്ന ഷബീന ബീബി നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയാകും. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തന്നെ താത്തയ്ക്കുണ്ടായി. പിന്നീട് എന്താണ് സംഭവിച്ചത്? നിരവധി ആളുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് വീഡിയോ ഇടുകയുണ്ടായി. അത്തരത്തിൽ വീഡിയോ ഇട്ടപ്പോൾ എനക്കും ഒന്ന് പൊട്ടിത്തെറിക്കണം, ചില നിലപാടുകൾ എനക്കും വ്യക്തമാക്കാനുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ ഈ ഒരു റിയാക്ഷൻ താരമെത്തുകയായിരുന്നു. പിന്നീട് എന്താണ് ഉണ്ടായത്? പേര് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഒരുപാട് പേരുടെ മനസ്സിനെ ഇല്ലാതാക്കാനും ജീവിതത്തെ ഇല്ലാതാക്കാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ സ്ത്രീ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ട് പോകുകയാണ്. ഒരു ആശയത്തെ നമുക്ക് വിമർശിക്കാം, അതിനെല്ലാവർക്കും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് ഇന്ത്യ. പക്ഷേ ആ വിമർശനം വ്യക്തിപരമായിട്ട് നീളുകയും അത് തന്നെ അങ്ങേയറ്റം മോശമാകുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നടി മഞ്ജു പിള്ളയുടെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദയാ സുജിത്ത്. ആ പെൺകുട്ടി ഒരു മോഡലാണ്. ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. അത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള വസ്ത്രങ്ങളും ആ കുട്ടിക്ക് അണിയേണ്ടി വരും. അങ്ങനെ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് കുറെ ഫോട്ടോകളൊക്കെ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ അതിനെതിരെ ഷഫീന ബീവി ഒരു വീഡിയോ ചെയ്തു. അവർക്കത് മോശമെന്ന് തോന്നിയാൽ അത്രത്തോളം വേണ്ടായിരുന്നു ദയ, അതിന്റെ ആവശ്യമില്ലായിരുന്നു. കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അതൊക്കെ ഇവർക്ക് പറയാം. ഇവരുടെ വിവരദോഷമാണ് ഈ പറയുന്നത്. കാരണം ഇന്റർനാഷണൽ ലെവലിൽ ഒരു മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പുതച്ചു മൂടി നിൽക്കണം, അല്ലെങ്കിൽ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യം. എന്തൊക്കെ മോശമായിട്ടാണ് ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത്. അതിനധികം പ്രായമുള്ള ഒരു പെൺകുട്ടി പോലും ഒരു പ്രൊഫഷൻ അല്ലേ. ഈ ഒരു റിയാക്ഷൻ താരം പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ട് 98% വളരെ കറക്റ്റ് തന്നെയാണ്. വിമർശിക്കേണ്ട രീതിയിൽ വിമർശിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഷബീന ബീബി നടത്തിയ വിമർശനത്തോടല്ല ആൾക്കാർക്ക് പ്രശ്നം. വിമർശിച്ച രീതി ഏറ്റവും മോശമായ രീതിയിൽ. അതായത് പൊതുവേ നമ്മുടെ മലയാളികളുടെ ഒരു രീതി വെച്ച് ഇത്തരം കലാപരിപാടികൾ പൊതുവേ സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അധികവും ഇരിക്കുന്നത് ഈ പറഞ്ഞ മിഡിൽ ഏജ്, ഒരു 35, 40, 55 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലും ഇരിക്കുന്നത്. അത്തരം ആളുകൾ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല. അല്ലാത്ത ആൾക്കാർ ഇതിനൊക്കെ വലിയ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ കമൻറ്റുകൾ പൊതുവേ ഇത്തരം കലാപരിപാടികൾക്ക് ഈ ഓവറായിട്ട് എക്സ്പോസ് ചെയ്യുന്നതിന് എതിരായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വന്ന് ഈ പറഞ്ഞ ഷബീന ബീബിയെ സപ്പോർട്ട് ചെയ്യുകയും മറുഭാഗത്ത് ഒരു വലിയ ന്യൂ ജനറേഷൻ്റെ ഒരു തലമുറ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് മനസ്സിലാക്കിയ വലിയൊരു ഭാഗം വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടെത്തി. അത്തരത്തിൽ ശീതളും പൊട്ടിത്തെറിച്ചുകൊണ്ടെത്തി. പക്ഷെ എന്താണ് സംഭവിച്ചത്? അതേ ശീതളിന് ഏറിൽ പോകാൻ അധിക നിമിഷം വേണ്ടി വന്നില്ല. എന്താണ് ശീതളക്ക് പറ്റിയത്? വരട്ടെ. വളർന്നു വരുന്ന ചുറ്റുപാടും പഠിച്ചു വന്ന കൾച്ചറൊക്കെ ഡിഫറെന്റ് ആയിരിക്കും.
ഇപ്പൊ എന്റെ വീട്ടില് പഠിപ്പിച്ച അല്ല ഈ പെങ്കൊച്ചിന് എവിടെയാ കണ്ടിരിക്കണല്ല മീന് വിറ്റ് നടന്ന പെണ്ണ് 20ാമത്തെ വയസ്സിൽ യൂണിഫോമും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ വാർത്തകളും മറ്റും അല്ലായിരുന്ന അന്നല്ലേ പിണറായി വിജയൻ ഇത് കേരളത്തിന്റെ പുത്രിയാണ്, ഇനി എല്ലാവിധ പിന്തുണയും ഞാൻ തരും, ഇനി കേരളം അങ്ങ് ഏറ്റെടുക്കണം, അയ്യോ അപ്പോ വളർത്തി വികസിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ ഈ പരുവായെന്ന് അറിഞ്ഞുകൂടാട്ടാ. നേരം വെളുത്തപ്പോ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ല പൈസയൊക്കെ എങ്ങനെ ലാഭിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയാണ്. കാശ് ഒരു കൂട്ടം കിട്ടിക്കഴിഞ്ഞാൽ തുണി കുറഞ്ഞ് അവിടെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയോ മറ്റോ ഇത്തിരി പറ്റിച്ച് വെച്ചുകൊണ്ട് നടക്കും. ഇട്ടും കൊണ്ട് ഇറങ്ങണ അവർക്ക് യാതൊരു നാണമില്ല. പിന്നെ അതായത് ശീതളിസം എന്ന് പറയുന്ന ഈ ഒരു കടുത്ത പുരോഗമനവാദിയായ ഈ ഒരു പെൺകുട്ടി തന്റെ മറ്റൊരു കഥാപാത്രമായ കുസുമേച്ചിയിലേക്ക് മാറുമ്പോൾ അതേ ഒരു പഴഞ്ചനായ സദാചാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു 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 വല്യമ്മയായി മാറുകയാണ്. കുസുമേച്ചി എന്ന് പറയുന്ന കഥാപാത്രത്തെ സംബന്ധിച്ച് ഡ്രസ്സ് അഴിക്കുന്നവരെ, തുണി അഴിക്കുന്നവരെ തീരെ പിടിക്കില്ല. തുണി നന്നായി ധരിച്ചു കിടക്കണം. അതേ താരം തന്നെ ശീതളിലേക്ക് മാറുമ്പോൾ ഓൾക്ക് തുണി എത്ര അഴിച്ചാലും കുഴപ്പമില്ല. വലിയ രീതിയിലുള്ള പുരോഗമനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏറെ ദുഃഖകരമായ ഞെട്ടലുളവാക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. നാട്ടുകാർ നാണം കെടുവല്ലോ, നാട്ടുകാർ നാണിച്ചു കുനിയല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് എങ്ങാണ്ട് ഒത്തിരി അവിടെ ഇവിടെ പറ്റിച്ചു വെക്കണയാണ്. പിന്നെ ഒരു ലാഭമുള്ളത് സാരി ആണെങ്കിലും പാവാടകളാണെങ്കിലും ബ്ലൗസ് എന്ന് പറയണ സാധനം വാങ്ങൂല. അത്രയും കൂടെ കാശ് ഒരു കൂട്ട ലാഭമാണ് കേട്ടാ. ഇട്ടിരിക്കണ പ്രൈസറിന്റെ കൂടെ സാരി എടുത്തു കൊടുത്തോളൂ, അല്ലെങ്കിൽ പാവാട ഇട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടാ. താണജാതിപ്പെട്ട ആളുകൾക്കൊന്നും മറയ്ക്കാനുള്ള അവകാശം അന്നൊന്നും ഇല്ലായിരുന്നു. അപ്പികളെ എത്ര പേർക്ക് അറിയാമെന്നറിഞ്ഞുകൂടാ. ഇപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ നെഞ്ച് പകുതിയാ മുക്കാല മുഴുവനൊക്കെ ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത്. ആർക്കിപ്പോ ഇത്ര ബുദ്ധിമുട്ട്? അല്ല, എനിക്കിത് തുറന്നു വെച്ചും കൊണ്ട് ഇത്തിരി സമയമൊക്കെ ഇരുന്ന് എൻ്റെ ഒരു അസുഖം തീർക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇരുന്നോ. അതും കൊണ്ട് റോഡിലിറങ്ങിയാലോ അല്ലെങ്കിൽ അതെടുത്ത് വീഡിയോ പിടിച്ച് നാട്ടുകാരെ മൊത്തം പ്രദർശിപ്പിച്ചാലോ ആളുകൾ 100 അഭിപ്രായങ്ങൾ പറയും. പെൺകുട്ടി മോഡലാണ്. ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. നോക്കുക എന്താണ് താരത്തിന് പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതായത് താരം കുസുമേച്ചിയായി മാറുമ്പോൾ അന്യനിലെ റമോയെ പോലെ അമ്പി, അതായത് സമൂഹത്തിൽ എന്ത് അപരാധം കണ്ടാലും ഒന്നും പ്രതികരിക്കാത്ത, മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു പഹയനായ അമ്പി, പേടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടില്ല എന്നടിക്കുന്ന ഒരു പഹയൻ. എന്നാൽ ഓനെ ഈ പറഞ്ഞ അന്യനായി മാറുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ അനീതിക്കെതിരെയും പൊട്ടിത്തെറിക്കുന്ന, ഉടൻ ആക്ഷൻ എടുക്കുന്ന, അതായത് അനീതി ചെയ്ത കള്ളഹിമാറുകളെ കൊന്നു തള്ളുന്ന, എണ്ണയിൽ വറക്കുന്ന ഒരു താരമായി മാറുന്നു. മുമ്പിടി ലെവലിലേക്ക് ദ്വന്ദ്വ വ്യക്തിത്വമായി മാറുന്നു. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി, കടുത്ത ശാസനയും അവഹേളനവും നടത്തുന്നു. ഇത് മാത്രമല്ല, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ എടാന്നും പോടാന്നും അവനെന്ന് നീ എന്നൊക്കെയാണ് വിളിക്കുന്നത്. വലിയ രീതിയിൽ റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു താരമായി മാറുന്നു കുസുമേച്ചിയാവുമ്പോൾ. ശീതൾ എന്ന് പറയുന്ന തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഒരു യുവ സുന്ദരി, ഒരു പെൺകുട്ടിയായി മാറുമ്പോൾ പുട്ടിയൊക്കെ അടിച്ച് ഓള് വരുമ്പോഴത്തേന് ഓള് വലിയ രീതിയിലുള്ള ഒരു പുരോഗമനവാദിയായി മാറുന്നു എന്നുള്ളത് ഒരുപക്ഷെ സൈക്കോളജിക്കലി ഇതിനെന്താണ് പറയുക എന്ന് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു അഭിപ്രായം പറഞ്ഞു പോയാ പെണ്ണുങ്ങളാ പറയണെങ്കിൽ അവള് പോലെ സ്ത്രീ, അവള് സദാചാര അമ്മച്ചി കളിക്കണെന്ന് പറയും. ആണുങ്ങളാ പറയണെങ്കിൽ അവന്മാർ 2ാം പൊക്കം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. ഒരു വക നമ്മളാരും പറഞ്ഞുകൂടാ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം, മിണ്ടിക്കൂടാ. പഠനത്തിന് എഴുന്നള്ളിക്കുന്ന കുറെ എണ്ണങ്ങളുടെ കാര്യം പോട്ടെ, അവളുമാരുടെ ജീവിത മാർഗമായിരിക്കും തിരിഞ്ഞും മറിഞ്ഞും നിന്ന് ഫ്രണ്ടും ബാക്കും കാണിച്ച് ജീവിക്കുന്ന അങ്ങനെ കുറെ തൊലിഞ്ഞ ജന്മങ്ങൾ. ഇങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിച്ചിട്ട് അവളുമാർക്ക് തിന്നാ ഇറങ്ങുമോ കിടന്ന ഉറങ്ങുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പികളെ ഇതൊക്കെ എന്തൊരു ഭാവിച്ചാണ്. 6 കൊല്ലം മുമ്പ് മര്യാദയ്ക്ക് തുണി ഉടുത്തുകൊണ്ട് നടന്ന പെങ്കൊച്ചാണ് കേട്ടാ. ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളത്. എന്നിട്ടിരുന്ന് പറയണത് എൻ്റെ മൂല്യം, എൻ്റെ മൂല്യം, ഞാൻ പഠിച്ച മൂല്യം, നാട്ടുകാരെ മൂല്യങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കുകയാണ് തുറന്നു വെച്ചുകൊണ്ട്. ഈ കാണുള്ളൂ. ഇതൊക്കെയാണ് ആളുകൾക്ക് കാണേണ്ടത്. കുസുമേച്ചിയായി മാറുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ദ്വന്ദ്വ വ്യക്തിത്വമായി മാറുന്നു. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി, കടുത്ത ശാസനയും അവഹേളനവും നടത്തുന്നു. ഇതിൽ എന്ത് അപരാധം കണ്ടാലും ഒന്നും പ്രതികരിക്കാത്ത, മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു പഹയനായ അമ്പി, പേടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടില്ല എന്നടിക്കുന്ന ഒരു പഹയൻ. അതാര് സംസ്കരിക്കുക? അമേരിക്കയിൽ നിന്ന് വരണുണ്ട്.
അവിടുന്നൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വന്ന് സാരിയും ചുറ്റി പൂവും വെച്ച് പെണ്ണുങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ പഠിക്കണം. ഇവിടെ ഉള്ളവർക്ക് അതൊന്നും വേണ്ട. ചുമ്മാ കാതിൽ മറ്റേ സാധനവും കുത്തിക്കയറ്റിക്കൊണ്ട് 24 മണിക്കൂറും തോണ്ടി ജീവിതം നശിപ്പിച്ച് നാട് നശിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഉടനെ ചെന്ന് കെട്ടിത്തൂങ്ങുക, അല്ലെങ്കിൽ നാട് വിടുക, അല്ലെങ്കിൽ നമ്മുടെ തലയെടുക്കുന്ന രീതിയിൽ അതിന് മറുപടി പറയുക. ഒറ്റ എണ്ണത്തിന് മുന്നിൽ നിൽക്കണവരെ ബഹുമാനിക്കണമെന്ന, മുതിർന്നവരുടെ അടുത്തൊരു മാനവമര്യാദയായിട്ട് വർത്തമാനം മറുപടി പറയണമെന്ന ഒരു ചിന്തയില്ല. ത്വാന്നനെ പോലെ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സ്വാതന്ത്ര്യം. ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്താണ് കുസുമേച്ചിക്ക് പറ്റിയത്? അതായത് കുസുമേച്ചി സാധാരണ നിലയ്ക്കുള്ള ഒരു പടുകളവി, കുസു ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു കളവി. ഓലെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ മോശമായ പ്രവൃത്തിയാണ്. ഇവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, തങ്ങൾ നെഞ്ചിലേറ്റിയ ഈ ഒരു ശീതളാണോ കുസുമേച്ചിയാണോ യഥാർത്ഥത്തിൽ ഒരു മാർഗനിർദ്ദേശം തങ്ങൾക്ക് നൽകുക? എന്താണ് തങ്ങൾ അനുകരിക്കുക? അതായത് തങ്ങൾ ശീതൾ പറയുന്ന കേട്ട് വസ്ത്രം മുഴുവൻ ബഹിഷ്കരിച്ച് തങ്ങൾ ഒരു മോഡലിംഗിലേക്ക് കടക്കണമോ, അതോ കുസുമേച്ചി പറയുന്ന മാതിരി മൂടിപ്പൊതച്ച് പർദ്ദയിട്ട് നടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമോ? ആരെയാണ് തങ്ങൾ അനുകരിക്കേണ്ടത്? എന്താണ് ഈ ഒരു പെൺകുട്ടി ആവശ്യപ്പെടുന്നതെന്ന് പിടികിട്ടാത്ത സ്ഥിതിക്കായിരിക്കാം നിരവധി ആളുകൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്യുകയുണ്ടായി. എന്താണ് നിലപാട്? 2 വെള്ളത്തിൽ എന്താണ് കാല് ചവിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ താരം കൂടുതലൊന്നും ചിന്തിച്ചില്ല. താരത്തിന്റെ നിലപാട് വ്യക്തമാക്കി ആ ഒരു വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്ത് മാതൃകയായിരിക്കുന്നു. ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ഒരു താരത്തിന് എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത്? പക്ഷേ KKG ഫാമിലിയോടൊപ്പം എയറിൽ തനിക്ക് പോകേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണോ വീഡിയോ ഡിലീറ്റ് ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? താരത്തിന്റെ ഈ ഒരു നിലപാടിനെ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്തുക. ആദ്യ വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. നടി മഞ്ജു പിള്ളയുടെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദയാ സുജിത്ത്. ആ പെൺകുട്ടി ഒരു മോഡലാണ്. ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ല, പൈസയൊക്കെ എങ്ങനെ ലാഭിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയാണ്. കാശ് ഒരു കൂട്ടം കിട്ടിക്കഴിഞ്ഞാൽ തുണി കുറഞ്ഞ് അവിടെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയോ മറ്റോ ഇത്തിരി പറ്റിച്ച് വെച്ചുകൊണ്ട് നടക്കും. ഇട്ടും കൊണ്ട് ഇറങ്ങണ ഇവർക്ക് യാതൊരു നാണമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ നെഞ്ച് പകുതിയാ മുക്കാല മുഴുവനൊക്കെ ഞങ്ങൾ തുറന്ന് കാണിക്കരുത്. ആർക്കിപ്പോ ഇത്ര ബുദ്ധിമുട്ട്? അല്ല, എനിക്കിത് തുറന്നു വെച്ചും കൊണ്ട് ഇത്തിരി സമയമൊക്കെ ഇരുന്ന് എൻ്റെ ഒരു അസുഖം ഇത്തിരി തീർക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇരുന്നോ. ഒരു മോഡലാണ്. ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. ഒരു മോഡലാണ്. ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്.